മാമ്പഴത്തറയ്ക്ക് പോയിട്ട് നമ്മൾ രാവിലത്തെ ആഹാരമൊക്കെ കഴിച്ചിട്ട് നേരെ പോയത് പാലരുവി കാണാനാണ്. ഇവിടെയും നല്ല തിരക്കുണ്ട്. ദേ പാർക്കിംഗ് ഏരിയ കാണുമ്പോൾ തന്നെ അറിയാലോ, നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഇവിടെയാണ് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടത്. അങ്ങനെ ഇവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്തതാ ഇവിടെ ക്യൂ കയറി. നല്ല ക്യൂ ഉണ്ടായിരുന്നു. കുറച്ചു നേരം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഇതാ ബസ്. ഈ ബസ്സിൽ വേണം നമ്മൾ പാലരുവിയിലോട്ട് പോകാൻ. നമ്മുടെ അടുത്തെത്തിയപ്പോഴത്തേക്കും ആ ബസ്സിൽ നിറയാനുള്ള ആൾക്കാരായി. പിന്നെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തു അടുത്ത ബസ്സിന് വേണ്ടി. കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ ബസ്സും കാത്ത് അവിടെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ കൊണ്ടുപോകാനുള്ള ബസ് വന്നു. അങ്ങനെ ബസ് വളഞ്ഞു വരുന്നുണ്ട്. നമുക്ക് കയറാനുള്ള സമയമായി. ഞാൻ ആദ്യം കയറിയതാ ഡ്രൈവറിൻ്റെ തൊട്ട് പിന്നിലുള്ള സീറ്റിലിരുന്നു. അങ്ങനെ എല്ലാവരും കയറിയതിന് ശേഷം നമ്മളെ വണ്ടി ഇപ്പം എടുക്കും. അങ്ങനെ പാലരുവി കാണാനായിട്ട് പോവുകയാണ്. അവിടെ ഇനി എങ്ങനെയാണെന്ന് അറിയത്തില്ല. പക്ഷെ തിരക്ക് കണ്ടപ്പോൾ തോന്നുന്നു അത്യാവശ്യം നല്ല നീരൊഴുക്ക് കാണാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ പാലരുവിയിലെത്തി. ഇവിടെ ഒരു കുഞ്ഞു കടയുണ്ട്. ആ കടയിൽ നമുക്ക് അത്യാവശ്യം സ്നാക്സൊക്കെ കഴിക്കാം. പിന്നെ കുറച്ച് കുരങ്ങും അതൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ നിന്നിട്ട് വീഡിയോ എടുക്കാനൊക്കെ പോയപ്പോൾ ഈ കുരങ്ങൊക്കെ അവിടെ നിന്നൊക്കെ വരുന്നുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഞാനിവിടെ നിൽക്കുമ്പോൾ തൊട്ടപ്പുറത്തൊരു കുരങ്ങിരിപ്പുണ്ട്, അതുപോലെ മുകളിലും. പിന്നെ ഇതാണ് പാലരുവിയിലോട്ടുള്ള എൻട്രൻസ്. നമ്മൾ പതുക്കെ നടന്ന് മുന്നോട്ട് പോയി. മുന്നോട്ട് നോക്കുമ്പോൾ കാണാം നല്ല തിരക്കുണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ വെള്ളച്ചാട്ടം നമുക്ക് കാണാം. ഇവിടെ നല്ല നീരൊഴുക്കുണ്ടേ. ഇവിടെ നിന്ന് കാണാൻ തന്നെ നമ്മൾ ഇങ്ങനെ നടന്നു വരുമ്പോൾ കാണാൻ തന്നെ നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയി. അവിടെ നിന്നൊക്കെ കുറേ ആൾക്കാർ അവിടെ പോയി മുകളിൽ പോയി കണ്ടിട്ട് ഇറങ്ങി വരുന്നുണ്ട്. ഇതാണ് സൂപ്പർ വ്യൂ ആയിരുന്നു, അടിപൊളി. പിന്നെ കുറച്ചുകൂടിയൊക്കെ മുന്നോട്ട് ചെന്നിട്ട് ഞാൻ കുറച്ചുകൂടിയൊക്കെ നന്നായിട്ട് വീഡിയോ എടുക്കാൻ നോക്കി. നല്ല രസമുണ്ടായിരുന്നേ കാണാൻ. പിന്നെ ഇതുപോലെ മുകളിലോട്ട് കയറി പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വ്യൂ കിട്ടും. ഇവിടെയൊക്കെ നിന്നപ്പോൾ നല്ല കാറ്റും അതുപോലെ നല്ല ആ തൂളി അടിച്ചിട്ടുണ്ടല്ലോ, നല്ല തണുപ്പായിരുന്നു, നല്ല രസമായിരുന്നു. പിന്നെ നമ്മൾ അധികം നേരം നിന്നില്ല, നല്ല തിരക്കുള്ള കാരണം അവിടെ നിന്നിറങ്ങി താഴോട്ട് കുറച്ച് നേരം. ഇവിടെയും നമ്മൾ കുളിക്കാനൊന്നും നിന്നില്ല, കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇറങ്ങി നിന്നു. പിന്നെ ഇവിടെ നിന്നുള്ള ഈ താഴെ നിന്നുള്ള കുറച്ച് വ്യൂസ് എടുത്തു. അത് കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇവിടെയും അങ്ങനെ തന്നെയാണ്. ജെൻസ് ഒരു സൈഡ്, ലേഡീസ് ഒരു സൈഡ്, അങ്ങനെ രണ്ട് സ്ഥലത്ത് തന്നെയാണ്. അതുകൊണ്ട് പിന്നെ നമ്മൾ രണ്ടുപേരും മാത്രമായതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ കുളിക്കാനൊന്നും നിന്നില്ല, ജസ്റ്റ് കണ്ടു പിന്നെ തിരിച്ചിറങ്ങി. നമ്മൾ തിരിച്ചിറങ്ങുമ്പോഴേക്കും ഒരു 12-1 മണിയായി. ആ സമയത്ത് പിന്നെയും അങ്ങോട്ടേക്ക് വരുന്ന ആൾക്കാരെ കണ്ടോ, ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇവിടെ കുറച്ച് മലയാളീസും ഉണ്ടായിരുന്നു. കുറ്റാലത്ത് പോയപ്പോഴേക്കും കൂടുതലും തമിഴരായിരുന്നു. ഇവിടെ പക്ഷേ മലയാളീസും ഉണ്ട്. പിന്നെ നമ്മൾ നേരെ തിരിച്ച് പാർക്കിംഗ് ഏരിയയിലോട്ട് നമ്മളെ കൊണ്ടുപോകാം. അവിടെ ചെന്ന് ബസ് ഇറങ്ങി നോക്കിയപ്പോൾ കാണാം പിന്നെയും നല്ല ക്യൂ.
നല്ല തിരക്കുണ്ട്, ഇത് കാണുമ്പോൾ തന്നെ അറിയാം. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ സ്റ്റേ ചെയ്ത റൂമിലോട്ട് പോവാം. വെക്കേറ്റ് ചെയ്ത് നമ്മൾ പോവാം. ഇത് ഇവിടെ ആര്യങ്കാവ് പാലക്കൽ എന്ന് പറയുന്ന റിസോർട്ടിലാണ് നമ്മൾ നിന്നത്. നമ്മുടെ സ്റ്റേ അവിടെ ആയിരുന്നു, മുകളിലത്തെ നിലയിലായിരുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ വെക്കേറ്റ് ചെയ്ത് നേരെ ഇറങ്ങി തിരിച്ച് വീട്ടിലോട്ട് പോകാനുള്ള പ്ലാനാണ്. പോകുന്ന വഴിക്ക് ഇതാ ഒടുക്കത്തെ ബ്ലോക്ക്. പിന്നെ ഇതാ 13 കണ്ണറപ്പാലം. അപ്പോഴും തിരിച്ചു പോകുമ്പോഴും എനിക്ക് നന്നായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. റോഡ് പണി ഒരു സൈഡ്, പിന്നെ ബ്ലോക്ക്, ഒടുക്കത്തെ ബ്ലോക്കായിരുന്നു. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക്